ജേണി ഓഫ് ജയരാജിൻ്റെ അതിഥിയല്ല, എൻ്റെ സഹയാത്രിക, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജം ടീച്ചർ. രാജം ടീച്ചർ ഒരു അത്ഭുതമാണ്. കുറേ അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും തന്നെ തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ളതാണ്. അവരെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 27ാമത്തെ വയസ്സിൽ തന്നെ ഭർത്താവ് മരിച്ചപ്പോൾ ഗുരു നിത്യചൈതന്യ ജീവിതത്തിൽ ഒരു വഴിവിളക്കായി നിൽക്കുകയും ഒരുപാട് മാറ്റങ്ങൾ യതിയുടെ ഉപദേശങ്ങളിലൂടെയും അല്ലെങ്കിൽ യതി പറഞ്ഞ വഴികളിലൂടെ ടീച്ചർക്ക് വീണ് കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. മനസ്സിൻ്റേതാണ്. കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള പാഠങ്ങളാണ് ഇന്ന് ടീച്ചർ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തോന്നുന്നത്. ടീച്ചർ ജേണി ഓഫ് ജയരാജ് എൻ്റെ ഒരു ചെറിയ ഒരു പോഡ്കാസ്റ്റാണ്. ഇന്ന് ടീച്ചർ അതിഥിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് പറയാനുള്ളത് ഒരുപക്ഷെ എല്ലാം പറയാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ടീച്ചർ തന്നെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ പലതും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സൂരജ് ഉൾപ്പെടെയുള്ള ഒരുപാട് പള്ളുരുത്തിലുള്ള ഒരുപാട് വഴി തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടായിരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ ക്രിമിനൽസ് വരെയായി മാറാമായിരുന്ന കുറേ അധികം വിദ്യാർത്ഥികളെ ടീച്ചർ നേരെയാക്കി എടുത്തിട്ടുണ്ട്. അനുഭവങ്ങൾ ടീച്ചർ കുറച്ചായിട്ട് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ 1972 സർവീസിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് അല്ല കുട്ടികൾ. ഒരുപാട് കുട്ടികൾ ക്ലാസ്സിലുണ്ടാകും. ഏതാണ്ട് ഒരു 65 കുട്ടികളെങ്കിലും ഒരു ഡിവിഷനിൽ കാണും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ ദാരിദ്ര്യമുള്ള കുട്ടികളായിരിക്കും കൂടുതൽ. പല പ്രശ്നങ്ങളും കുട്ടികളിൽ ഉണ്ടാവുമല്ലോ, അത് നമുക്കറിയാമല്ലോ. പക്ഷെ ആദ്യം സ്കൂൾ തുടക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും വരുന്നതൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം അന്നത്തെ കാലത്ത് നല്ല അടി കൊടുക്കും കുട്ടികളെ. പക്ഷെ എനിക്ക് അടിക്കണത് ഇഷ്ടമായിരുന്നില്ല. അടിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് ഞാനത് തന്നെ പറയാം, ഒരുപാട് അടി കൊടുത്തിട്ടൊന്നും നമുക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള ശിക്ഷകളൊക്കെ ആവാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഒരു അധ്യാപകൻ മനസ്സിലാക്കണം. അത് അവൻ്റെ കണ്ണിൽ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. കുട്ടികൾ പലതരക്കാരാണല്ലോ, പലതും ഒന്നും പറയില്ല, അവരെല്ലാം മനസ്സിലടക്കി വയ്ക്കും. എന്നിട്ട് അവരുടെ രോഷം മുഴുവനും അവർ ഇങ്ങനെ പ്രദർശിപ്പിക്കും. അത് അടിച്ചുമൊക്കെ. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, യഹിയ എന്ന് പറഞ്ഞിട്ട്. അവൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അവൻ എപ്പോഴും പ്രശ്നമാണ് ക്ലാസ്സിൽ. പെട്ടെന്ന് ഇപ്പോൾ അവന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാണ്, പ്രശ്നമാണ് എന്ന് വെച്ചാൽ അങ്ങനെ അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ ശ്രദ്ധിക്കും. കുട്ടികളെ അവനെ ഉപദ്രവിക്കും, ശാരീരികമായി ഉപദ്രവിക്കുക, കൂടാതെ ചീത്തവാക്കുകൾ പറയും, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. പുസ്തകം ഇങ്ങനെ നിവർത്തി അതിനകത്തൊക്കെ തുപ്പി വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പതിവില്ലാത്ത വിധത്തിലുള്ള വികൃതികൾ കണ്ടു. ഞാൻ അവനെ വിളിച്ചൊരു ദിവസം അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ചെറുവിരലില്ല, വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റി മോനെ? സ്നേഹത്തിൽ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ അവനിങ്ങനെ അത്ഭുതത്തോടെയാണ് നമ്മളെ നോക്കുന്നത്. ഞാൻ വിളിച്ച് മാറ്റി നിർത്തി, എന്ത് പറ്റിയാണ്? അപ്പോൾ അവൻ്റെ കഥകൾ പറയുകയാണ്. അപ്പോൾ അച്ഛൻ ഇവനൊരു അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു കളവ് നടത്തി. അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് ആക്രി സാധനങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ച്. അപ്പോൾ അച്ഛൻ അത് സഹിക്കാൻ വയ്യാണ്ടായി. അച്ഛൻ വന്നിട്ട് ഇവൻ്റെ കൈ വെട്ടിക്കളഞ്ഞു. അറേബ്യൻ രാജ്യത്തെ ജോലി ചെയ്യുന്ന അച്ഛനായിരുന്നു. ആ ചെറുവിരൽ മുറിച്ചു. അപ്പോൾ അവനത് വൈരാഗ്യം അച്ഛനോട്. ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ ദുബായിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവൻ്റെ മനസ്സിൽ ആ വൈരാഗ്യം നിൽക്കുന്നു. അപ്പോൾ അവനൊരു ദിവസം അച്ഛൻ കിണറ്റിൻ്റെ അടുത്ത് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുറകിൽ ചെന്നിട്ട് ഒറ്റ ഉന്ത് വെച്ച് കൊടുത്ത് അങ്ങേരെ കിണറ്റിലേക്ക് ഉന്തിയിടും. വലിയ കിണറാണ്. അപ്പോൾ ഉന്തിയിട്ട് കഴിയുമ്പോൾ അവന് തന്നെ തോന്നി അച്ഛൻ ചത്തുപോകും എന്നോട്ട് പേടി വന്നിട്ട് അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ അച്ഛനെ എല്ലാവരും കൂടി കാണുന്ന രീതിയിലല്ലേ ഉന്തിയിടുന്നത്. അപ്പോൾ അടുത്തുള്ളവരെല്ലാവരും കൂടി വന്ന് ആ വലിയ കിണറ്റിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു. പക്ഷേ കുട്ടിയെ കണ്ടില്ല, ഇവൻ ഓടിക്കളഞ്ഞു. അങ്ങനെ അവൻ ഓടി ഒരു കുറ്റിക്കാട്ടിനകത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അവനെ കണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് ഇരുത്തി പഠിപ്പിക്കാൻ പേടിയായിട്ട് പള്ളുരുത്തി കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മുടെ ക്ലാസ്സിലെത്തിയേക്കാണ്. യഹിയ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ എത്രമാത്രം വേദനകളുണ്ട് എന്ന് എനിക്ക് പിടികിട്ടി.
അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞ് അവന് ഒരുപാട് സങ്കടങ്ങളുള്ള കുട്ടിയാണ്, നിങ്ങളെല്ലാം അവനോട് സ്നേഹം കാണിക്കണം. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയാൽ നാളെ അവനൊരു ക്രിമിനലാവും, ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ചെറിയ തോതിൽ, ഇവൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ല, പക്ഷെ ചെറുതായി കുട്ടികളിൽ മാറ്റം വന്നു. അങ്ങനെ അവനെ ഒരു നല്ല കുട്ടിയാക്കി മാറ്റാൻ കഴിഞ്ഞു. അതിലെനിക്ക് വളരെയധികം സന്തോഷം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ സൂരജിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് 4-5 പേരുടെ കഥ ടീച്ചർ ഇങ്ങനെ ഒരിക്കലും പുസ്തകത്തിൽ എഴുതി. നല്ലൊരു സൂരജിൻ്റെ വായിച്ചിട്ടുണ്ട്. അത് അവരെ ഏത് സമയം വേണമെങ്കിലും അല്ല വഴിതെറ്റി പോകാവുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അങ്ങനെ വഴിതെറ്റി പോകാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിനിടയ്ക്ക് വേറെ ചില കുട്ടികൾ, ഈ ഇടയ്ക്ക് എനിക്ക് എപ്പോഴും ഒന്ന് താജ്മഹൽ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. താജ്മഹൽ ആ അത്തരത്തിലുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുത്തബ് മിനാർ ഒന്നുമില്ല. ഇപ്പോൾ വയസ്സ് 75 കഴിഞ്ഞു. മോനെ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറയും നമുക്കൊന്ന് പോകാം, പക്ഷെ അവനും സമയമില്ല, പോകാൻ പറ്റൂല. അതങ്ങനെ പോകാൻ സാധിക്കാതിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഷൈജു എന്ന് പറഞ്ഞ് പെരുമ്പടപ്പിൽ നിന്നൊരു കുട്ടിയുണ്ട്, ഇവിടെ അടുത്താണ് അവൻ്റെ. അപ്പോൾ ആൾ നല്ല സൈസാണ്, പക്ഷെ പഠിക്കാൻ മടിയാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇന്നത്തെ പോലെ മാർക്കിട്ടൊന്നും ജയിപ്പിക്കുന്ന കാലമായിരുന്നില്ലല്ലോ അന്ന്. അപ്പോൾ 8ൽ നിന്നൊക്കെ ജയിച്ചു, 9ൽ നിന്ന് 10ലായപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആകും. എല്ലാ വിഷയത്തിനും ജയിക്കാതെ 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ എപ്പോഴും പറയും എനിക്ക് പോലീസ് ആവണം. ഞാൻ പറയും ദൈവം നിനക്ക് അതിനുള്ള ആകാര ഭംഗി തന്നിട്ടുണ്ട്, പക്ഷേ ബുദ്ധി കൂടി ഇല്ലെങ്കിൽ എങ്ങനെ പോലീസ് ആവാനാണ് മോനെ? പഠിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഇഷ്ടമില്ല, ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾ ഈ കുട്ടികളെ, എൻ്റെ വീട് ഇവിടെ സ്കൂളിനടുത്തായതുകൊണ്ട് 8 മണി വരെ ഞങ്ങൾ ഇരുത്തി പഠിപ്പിക്കും. വീട്ടിലിരുത്തി അല്ല, സ്കൂളിലിരുത്തും. നമ്മൾ 8 മണി 8 മണി ചില പോകാൻ പറ്റാത്ത കുട്ടികൾ പോകും, അവിടെ തന്നെ കിടക്കും. അല്ലാത്ത കുട്ടികൾ 9 കഴിയുമ്പോൾ വീട്ടിൽ പോകും. അല്ലാതെ ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെ ഇവരെ ഇരുത്തി കുറേ കുട്ടികളുണ്ട്, ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പഴമൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർ കുറേ ചീത്തയാവാൻ പോണ പഴമൊക്കെ തരും നമുക്ക്. അതാണ് ആ സ്നേഹമേ. എല്ലായിടത്തും ഒരു സ്നേഹം കിട്ടിക്കൊണ്ടിരുന്ന കാലം. ഈ കുട്ടികൾക്ക് കൊണ്ടുവന്ന് പഴമൊക്കെ കൊടുക്കും. അങ്ങനെ ഇവന് ഈ പഴമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവന് വളരെ സന്തോഷവാന്മാരായിട്ടിരുന്ന് പഠിക്കും. അങ്ങനെ SSLC നല്ല മാർക്ക് കിട്ടി പാസ്സായി. പിന്നെ അവൻ കോളേജിൽ ചേർന്ന് പഠിച്ച് ഡിഗ്രി എടുത്ത്. അപ്പോൾ അവന് പോലീസ് ആവണമെന്നല്ലേ, പോലീസിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ അവൻ വിജിലൻസിൽ കിട്ടി. അപ്പം എന്നോട് എന്നും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ട്. കാരണം ഇവൻ പഠിച്ച് രക്ഷപ്പെട്ട് പോകാൻ കാരണം ഞങ്ങൾ കുറേ ടീച്ചേഴ്സാണ്. ഞാനൊരാൾ മാത്രമല്ല, കുറേ പേര് വേറെ ആ ടീമിലുണ്ട്. ഞങ്ങളെല്ലാം വിളിക്കും. അങ്ങനെ അവൻ ഡൽഹിയിൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവന് ജോലി കിട്ടി. കല്യാണമൊക്കെ നമ്മളോട് പറഞ്ഞു. അവൻ അവിടെ ബ്ലാക്ക് കാറ്റ് യോഗിയുടെ ഒക്കെ സെക്ഷനിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ, അവൻ കല്യാണം കഴിച്ച് 2 കുട്ടികളായി. ഒരു മോൻ എഞ്ചിനീയർ, ഒരു ഡോക്ടറായിട്ട് പഠിക്കുന്നു, പിന്നെ ഒരു പെൺകുട്ടികൾ, ഒരെണ്ണം ആൺകുട്ടി. ടീച്ചർ വരണം, ഞാൻ എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു തരാം, നല്ല വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ 72 തന്നെ ഞാൻ പഠിപ്പിച്ച വേറൊരു പെൺകുട്ടിയുണ്ട്. അവൾ BSNL ഉദ്യോഗസ്ഥയാണ്, റിട്ടയർ ആയിപ്പോൾ. എൻ്റെ ഹസ്ബൻഡും BSNL തന്നെയാണ്. അവരുടെ മക്കളും എഞ്ചിനീയേഴ്സൊക്കെയാണ്, പക്ഷെ അവർ പ്ലെയിനിൽ പോലും കയറിയിട്ടില്ല. കുടുംബം എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിച്ച് വയസ്സായവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിച്ച് ഒരിടത്തും പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ തങ്കമണിക്കും ഗിരിജൻ അവളുടെ ഹസ്ബൻഡിനും. അപ്പം ഞാൻ പറഞ്ഞു തങ്കമണി, അവരും എൻ്റെ അടുത്ത് വരും. ഈ അന്നത്തെ കുട്ടികൾ ഇപ്പോഴും വരും, റിട്ടയർ ആയെങ്കിലും എൻ്റെ അടുത്ത് എപ്പോഴും വരും. നമുക്ക് പോകാം, ഷൈജു അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷൈജു വിളിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പോവാൻ ടീച്ചറെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും, അവരാദ്യമായിട്ടാണ് പ്ലെയിനിൽ കയറണം. ഞങ്ങൾ 3 പേരും കൂടി അവൻ്റെ വീട്ടിൽ പോയിട്ട് 9 ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ താമസിക്കുകയാണ്. ജയരാജ ഈശ്വര, എൻ്റെ മോൻ പോലും എന്നെ ഇങ്ങനെ കൊണ്ടുപോകില്ല. അത്രയും ക്ഷമയോടുകൂടി കൊണ്ടുപോയി എല്ലായിടത്തും കാണിച്ച്. താജ്മഹലും കുത്തബ് മിനാർ, അവിടുത്തെ ക്ഷേത്രങ്ങൾ. ഇനി കാണാനൊരു സ്ഥലവും ബാക്കിയില്ല. രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ്, ഇവൻ അതിനുള്ള പവർ ഉണ്ടല്ലോ, ഉദ്യോഗത്തിൻ്റെ ഇതും കൂടി ഉള്ളത് കൊണ്ട് അവന് എല്ലായിടത്തും പോകാനുള്ള പാസ്സുണ്ട്. അപ്പം ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ നമ്മളെ കടത്തി വിടുന്നില്ല. പെട്ടെന്ന് അവൻ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചില്ല, ഞങ്ങളെ മാത്രം കടത്തി വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മോൻ ഇവിടെ വലിയ പുലിയാണല്ലോ എന്ന് വെച്ചിരിക്കണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. അന്നത്തെ കുട്ടി ഈ നിലയിലെത്തിയില്ലേ. അപ്പം ഞാൻ ദൈവത്തോട് നന്ദി പറയുമായിരുന്നു. ആ പ്രായത്തിൽ നമ്മൾ അവരെ നോക്കിക്കൊണ്ട് അത് എവിടെ എത്തിത്തീർന്ന് അതൊരു സന്തോഷം. ടീച്ചർ ഹസ്ബൻഡ് എത്ര, ടീച്ചർ 27 വയസ്സുള്ളപ്പം വിട്ടുപോയി. അത് കഴിഞ്ഞ് മോൻ എത്ര, 3 വയസ്സ് 4 വയസ്സ് 1.5 വയസ്സ് 4 വയസ്സ് അത്രേ ഉള്ളൂ.
അപ്പം ഈ ഗുരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഭർത്താവിൻ്റെ അല്ലേ? അതെ, എപ്പോഴും ഗുരു വരുമായിരുന്നു അന്ന് ഗുരു. ഗുരു ആകുന്നതിന് മുൻപ് ആ, ജയചന്ദ്രൻ എന്നുള്ള ജയചന്ദ്രൻ പേര് ആകുന്ന ഉള്ളപ്പോഴൊക്കെ സമയത്ത് വീട്ടിൽ വരുമായിരുന്നു ആ അല്ലേ? വരുമായിരുന്നു. നല്ല അന്ന് പക്ഷേ ഗുരു ചെറുപ്പം തന്നെ ഗുരു സന്യസിക്കാൻ ഉള്ള മനസ്സ് വെള്ളയും വെള്ളയും ഡ്രസ്സാണ് അന്ന് അന്നേ ഇടുന്നത്. ഉണ്ടല്ലേ? ആ. പക്ഷേ ഒരു പ്രത്യേക ഒരു ചൈതന്യം ഉണ്ടായിരുന്നു, ഒരു പേഴ്സണാലിറ്റി. അപ്പൊ ഗുരു വരുമ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചു കൂട്ടും. ബാലലോകം ഉം. ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ്, അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികളെല്ലാം വന്നിരിക്കും. അപ്പോൾ ഗുരു അവിടെ വന്നൊരു കസേരയിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാ കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ടാവും. അപ്പം എല്ലാവരും കളിയാക്കും, അമ്മമാരുടെ ഗുരുവാണിത്, സ്ത്രീകളുടെ ഗുരുവാണിത്. എന്ത് കേട്ടാലും ഗുരു പ്രതികരിക്കൂല, എല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കും. എന്നിട്ട് ഈ കുട്ടികളോടൊക്കെ പല പല കഥകൾ പറയാണ്. ഒരു കുട്ടിയിൽ ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ അത് ഗുരു അവിടെ കണ്ടെത്തും. എന്നിട്ട് അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക, അവതരിപ്പിക്കുക. അങ്ങനെ ആ ചെറിയ പ്രായത്തിലെ കുട്ടികളിലുള്ള കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കും. അപ്പോൾ അവർ വേറെ വഴിതെറ്റി പോകില്ല. ചിത്രം വരക്കുക, എല്ലാ കുട്ടികൾക്കും ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, ഉറപ്പാത്. ആ കഴിവ് കണ്ടെത്തി നമ്മൾ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചാൽ മതി, അല്ലാതെ കഴിവില്ലാത്ത ഒരു കുട്ടിയുമില്ല. പിന്നെ ചീത്ത പറയണ ഗുരു, അങ്ങനെ നമ്മൾ കുട്ടികളെ ചീത്ത പറയണത് ഇഷ്ടമല്ല. എന്നോട് എപ്പോഴും ഞാൻ മോനെ വല്ലാതെ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. ദേഷ്യം കയറുമ്പോൾ ഗുരുവാർ അടിക്കരുതെന്ന് പറയും. അടിച്ചാൽ 10 ഇരട്ടി അവൻ ചീത്തവുള്ളു, അടിക്കാൻ പാടില്ലെന്ന് പറയും. നമുക്ക് വികൃതി കണ്ടാൽ അതിനൊരു പരിധി വേണ്ടേ? അപ്പം ഞാൻ അടിക്കും. ഗുരു സമ്മതിക്കില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് കുട്ടികൾ, അതിൽ IAS, IPS ആയിട്ടുണ്ട് അന്നത്തെ കുട്ടികൾ. പള്ളുരുത്തിയിലെ ആദ്യത്തെ IPS കമൽനാഥൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പം ഗുരു എൻ്റെ ശിഷ്യനായിരുന്നു. അപ്പം ഗുരു എപ്പോഴും പറയും, കമൽനാഥൻ ഗുരു പറഞ്ഞ പല പല വാക്കുകളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കണം. കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ കഥയിലൂടെ പറയും. ആ കൊച്ചു കഥകൾ നമ്മൾ മറക്കൂല. പിന്നെ അമ്മമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കും, അച്ഛന്മാരോട് കഥ പറയും. ഒരു കുടുംബം എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പം കുടുംബ ബന്ധങ്ങളുണ്ടാ? എല്ലാവരും തിരക്കായി പോയില്ലേ? ടീച്ചർ അങ്ങനെ പെട്ടെന്ന് ഭർത്താവ് വേർപിരിഞ്ഞ് അല്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഗുരു സാന്ത്വനിപ്പിച്ചതും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നല്ലോ? എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഒന്നാമത് പ്രേമവിവാഹമായിരുന്നു ഞങ്ങളുടേത്. അതിനൊരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡും ഉദ്യോഗസ്ഥനായി, കോളേജ് ലെക്ചറായിരുന്നു. പിന്നെ എനിക്കും ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ നടക്കുന്നത്. പിന്നെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതെനിക്കൊരു ഭയങ്കര ഷോക്കായിപ്പോയി. അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവമാണല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാതായിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക, ഒരു കുടുംബജീവിതം വേണ്ട എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെ പോകാൻ പാടില്ല. ഒന്നാമത് അസുഖമൊക്കെ മാറി വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എനിക്ക് വിഷമമായി. ഞാൻ വന്ന് കല്യാണം കഴിച്ച് 4-ാമത്തെ ദിവസം ഒരു ഇത് വരിക എന്ന് വെച്ചാൽ അത് ആ പെൺകുട്ടിയുടെ ദുരന്തമാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇവള് വന്ന് കയറിയതോടുകൂടി ഇത് ഇങ്ങനെ കുടുംബം മുഴുവൻ നശിച്ചെന്നുള്ളൊരു തോന്നൽ വന്നു. അത് എന്നെ വല്ലാതായിട്ട് തളർത്തിക്കളാം. അപ്പം ഞാൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, സുഭാഷിനിപ്പോൾ മോളുടെ സാമീപ്യമാണ് ആവശ്യം, അതുകൊണ്ട് സാന്ത്വനത്തോടെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ഒരു അനിയനുണ്ട്, ഗോപി എന്ന് പറഞ്ഞ് ഡോക്ടർ. ആ ഡോക്ടർ സൈക്കോളജിസ്റ്റും കൂടിയാണ്. അവിടെ ഞങ്ങളെ വിടുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കുടുംബജീവിതത്തിനോട് താല്പര്യമില്ല, നമുക്കൊന്നിച്ച് ജീവിക്കാം, 2 വ്യത്യസ്ത വ്യക്തികളെ പോലെ ഒരു വീട്ടിൽ താമസിക്കാം, അത് മതി, അല്ലാതെ ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് ഞാൻ കർശനമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയല്ല, ഡോക്ടർ ഗോപിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഒരു ഡിസംബർ മാസത്തിൽ ഗോപി ഡോക്ടറുടെ അടുത്ത് പോയി താമസിച്ച് 3 മാസം അവിടെ താമസിച്ച്. അങ്ങനെയാണ് എൻ്റെ മനസ്സിനെ അങ്ങേരാണ് ഇങ്ങനെ ഉപദേശിച്ച് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെയാണ് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം, ഒരു മോനുണ്ടാവണം. അങ്ങനെയാണ്. അപ്പോൾ ഈ മരണശേഷം ഗുരു അങ്ങോട്ട് ആശ്രമത്തിലോട്ട് വരാനും അവിടെ താമസിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് അല്ലേ? അല്ലെങ്കിൽ വല്ലാതെ തകർന്നു പോയിരുന്ന സമയം. മോന് കുഞ്ഞ് ചെറുതാണല്ലോ സാർ. അപ്പോൾ എനിക്ക്
ആരുമില്ലെന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടിയെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് മരിച്ചു കളയാമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. അത് ഈ ആത്മഹത്യ ചെയ്യണയൊക്കെ ഒരു ദുർബല നിമിഷത്തിലാകുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യണവരെ കുറ്റം പറയില്ല. ചില ദുർബല നിമിഷത്തിൽ നമ്മൾ ചെയ്തു പോകും, അങ്ങനെ വരും. പക്ഷേ ഒരു അത് മാറ്റാൻ പറ്റും. പുൽക്കൊടി പാറ്റും. ഒരു പുൽക്കൊടിയെങ്കിലും നമുക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ നമുക്കതിൽ പിടിച്ച് രക്ഷപ്പെടാം. പക്ഷെ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലും വേണം. വേണം. അതാണ് പ്രധാനം. അതാണ് പ്രധാനം. അതാണ് ആ സാന്ത്വനമാണ് ഗുരു തന്നത്. ഇപ്പോൾ ഗുരു നിത്യ ചൈതന്യം എഴുതി അവിടെ അന്ന് ഊട്ടിയിലെ ആശ്രമത്തിലായിരുന്നു ആ സമയത്ത്. എല്ലാം നമ്മൾ എഴുതും. എനിക്ക് എൻ്റെ വിഷമതകൾ മുഴുവനും ഞാൻ ഗുരുവിന് എഴുതും. ഇന്ന് ഞാൻ കത്തെഴുതിയ അവിടെ കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഗുരു എനിക്ക് മറുപടി തരും. ആ കത്തുകൾ ഞാൻ വായിക്കുമ്പോൾ എനിക്കൊരു എനർജിയാണ്. അത് ഇന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ കത്തും. ശരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അല്ലേ, ആത്മഹത്യ പ്രവണത കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ ആത്മഹത്യ ചെയ്യണവർക്കൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ടൊരു സൊല്യൂഷനും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒന്നും കഷ്ടതകൾ അവർ മനസ്സിലാക്കുന്നില്ല. പണമുണ്ട് കയ്യിൽ, അവർക്ക് ആവശ്യത്തിന് ചിലവാക്കാനായിട്ടുള്ള പണമുണ്ട്. മറ്റതങ്ങനെയല്ല, നമുക്ക് കഷ്ടതകളുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലിയുടെ വില മനസ്സിലാക്കിയിരുന്നു. ഇന്ന് ആവശ്യത്തിലധികം പണം കിട്ടുന്ന ഒന്നും സഹിക്കാനുള്ള ത്രാണിയില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികളും പെട്ടെന്ന് അപ്സെറ്റ് ആകും. പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർ തളർന്നു. പണ്ടത്തെ ആൺകുട്ടികൾ അങ്ങനെയല്ല, കുറച്ചും കൂടി ബോൾഡായിരുന്നവർ. ഇപ്പം അവരും വളരെ അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം നമ്മുടെ അത് എനിക്കും അത്ഭുതം. ഞാൻ പറയും, നിങ്ങൾ ആൺകുട്ടികളല്ലേ ഇങ്ങനെ തളർന്നു പോകരുന്നു. അപ്പോൾ പെൺകുട്ടികൾ പറയണ കേട്ടാ നമുക്ക് അതിൻ്റെ അപ്പുറം തോന്നുന്ന അവർ പറയണം. പെൺകുട്ടികൾ ഇപ്പോൾ ആകെ മാറിപ്പോയി. അത് ശരിയാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നത് കൊണ്ടേ അവർ എന്തും പറയും ആൺകുട്ടികളെ. അവരുടെ പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടാകും, പക്ഷെ അവർ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ആൺകുട്ടികൾക്ക് വളരെ സങ്കടം വരും. അപ്പോൾ അവർ നിസ്സാര കാര്യം മതി ചാവാനൊക്കെ. അയ്യോ ഇത്രയും ദുർബല മനസ്സാണെന്ന് ഞാൻ ചോദിക്കും. ശരിക്കും ഇപ്പം യതി നമ്മളെ സാന്ത്വനിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞു തരുന്ന വാക്കുകളിലോ അല്ലെങ്കിൽ എഴുതുന്ന വാക്കുകളിലൊക്കെ അതെങ്ങനെയാണ്, ഒരു സൊല്യൂഷനായിരുന്നോ അതോ? സൊല്യൂഷനായിരുന്നു. ഇപ്പോഴും ഞാൻ ചില വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു ചേമ്പലയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, പക്ഷെ ആ ചേമ്പലയിൽ സ്ഥിരമായിട്ട് അത് നിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അതുപോലെ ദുഃഖങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കും. അതിനെ ഒഴുകിക്കളച്ചേക്കണമെന്ന് പറയും ഗുരു. അങ്ങനെ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളുണ്ടാവും. അങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തരും. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഗുരുവിൻ്റെ വാക്കുകൾ എനിക്ക് എനർജി ആയിട്ട് വരും. ഞാൻ തളർന്നു പോകരുത് എനിക്ക് തോന്നും. അത് തന്നെയാണ് ടീച്ചർ കുട്ടികളോട് കുട്ടികളെ മാറ്റാനും ടീച്ചർ ഉപയോഗിച്ചിരുന്നല്ലേ? അത് പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ഒരു ബുക്കുണ്ട്. അത് ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരോട് വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല അധ്യാപകനാകാൻ കഴിയും. കാരണം കുട്ടികളെ കുട്ടികൾ അവരെങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നതിൽ ഗുരു നമ്മുടെ കാണിച്ചു തരികയാണ്. ഗുരുവിൻ്റെ ചെറുപ്പകാലം തന്നെ ഗുരു തീരുമാനിച്ചിരുന്നുവല്ലോ സന്യാസിയാവുന്ന. ഗുരുവിൻ്റെ അമ്മോട് പറയുമായിരുന്നു അല്ലേ? അപ്പം അമ്മ പറഞ്ഞു, അപ്പം അമ്മ നിനക്ക് എല്ലാ ചേട്ടന്മാരൊക്കെ ഡോക്ടേഴ്സും എല്ലാവരും നല്ല, ഗുരു മാത്രം പറയും എനിക്ക് സന്യാസിയാവണമെന്ന്. അപ്പോൾ അമ്മ വാമാശയമ്മ ഒരു ഇല വെട്ടിയിട്ടിട്ട് പറഞ്ഞു, നീ താഴെ ഇരിക്കും, ഇന്ന് മുതൽ നിനക്ക് താഴെ ഭക്ഷണം തരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഭക്ഷണം താഴെ വെച്ച് ഇലയിൽ കൊടുക്കും. അമ്മയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് അല്ലേ? പിന്നെ ഇങ്ങനെ ഗുരുവിൻ്റെ എതിയരി എന്നുള്ള ബുക്കിലൊക്കെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഗുരു പറഞ്ഞിട്ട്, ഒരുപാട് തെറ്റുകളും പിന്നെ സ്വന്തം സഹോദരിയെ നോക്കണമെന്ന് പറഞ്ഞ് നോക്കണമെന്ന് പറഞ്ഞ് ഗുരുവിനെ ഏൽപ്പിച്ചിട്ട് പോയി. ഗുരുവിയുടെ അശ്രദ്ധ കാരണം കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു. അതൊക്കെ ഗുരുവിന് ഭയങ്കര ഷോക്കാവും. പിന്നെ അമ്മ ഒരുപാട് കാര്യങ്ങൾ അമ്മയിൽ നിന്ന് ഗുരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് ഓരോ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറിയിരുന്നു, അത് എങ്ങനെ ആ കുടുംബത്തിനെ ബാധിക്കും എന്നുള്ളതൊക്കെ ഗുരു നേരിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളോട് പറയും. അങ്ങനെ ഗുരുവിൻ്റെ കൺവെട്ടത്തുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഊട്ടിയിൽ നമ്മൾ ചെന്നാലും ഒരുപാട് പേര് വരും.
അപ്പോൾ ഒരു ദിവസം ഗുരുവിൻ്റെ ഒരു പാട്ട്, അന്ന് ഇന്നത്തെ പോലെ റേഡിയോ ആണ്, എല്ലാവരും കേൾക്കുന്ന റേഡിയോ. ഗുരു ഇങ്ങനെ റേഡിയോ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് കേൾപ്പിക്കും. പോസ്റ്റ്മാൻ വരുമ്പോൾ പറയും, ദേ എൻ്റെ ദൈവം വരുന്നുണ്ടെന്ന് പറയും. പോസ്റ്റ്മാൻ വന്ന് പൈസ തന്നാലേ എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുക്കളയിൽ രാവിലെ എല്ലാവരും റെഡിയായി കഴിയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവരും കൂടിയിട്ടാണ്. പച്ചക്കറികളൊക്കെ നുറുക്കി എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി ഗുരു തന്നെ വന്നിട്ട് വിളമ്പി എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതെല്ലാം ഒരു കൂട്ടായ്മയാണ്. പിന്നെ പശുക്കൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളെ പലരും അവിടെ കൊണ്ടുവന്നാക്കും, ഒരുപാട് പ്രശ്നക്കാർ. അപ്പം നമുക്ക് മനസ്സിലാകും ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഓരോരുത്തരുടെ കൈ അവരുടെ നമുക്ക് ആ കുട്ടികളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം പ്രശ്നക്കാരനാണ് കൊണ്ടുവന്നാക്കിയേക്കെന്ന് മനസ്സിലാവും. പക്ഷെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഗുരു അവരോടൊന്നും പറയില്ല. നമ്മളെ നടക്കാനായിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വൈകുന്നേരം കാലത്ത് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഗുരു ഈ പ്രശ്നക്കാരെ അടുത്ത് വിളിച്ചിട്ട് ഓരോ കഥകൾ പറയാൻ തുടങ്ങും. അപ്പം മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം എൻ്റെ മോൻ കൊച്ചല്ലേ, അവൻ ഉന്തിക്കയറ്റും എന്ന് പറയുമ്പോൾ ഇവൻ പറയുവേ, ഈശ്വര എന്ത് തടിയാണ് ഈ സ്വാമിക്കുള്ള, കണ്ട പരിപ്പൊക്കെ തിന്നിട്ട് ഒടുക്കത്തെ തടി ഉന്തുമ്പോൾ പറയും. അപ്പം ഗുരു പറയും, മോനെ നീയും ഇതുപോലെ എന്നെ പോലെ തടി വെക്കണമെങ്കിൽ നല്ലോണം നെയ്യും ചോറും ഒക്കെ തിന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞിട്ടാണ് എൻ്റെ മോനിരിക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ശക്തി ഉണ്ടാവുള്ളൂ. ദൈവമേ, അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ പറയും എനിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതാ. അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമില്ലാത്ത കുട്ടി ഗുരുവിൻ്റെ സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചാൽ തടി വെക്കുന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ അവിടെ ഓരോ ഈ റേഡിയോ ഒരു ദിവസം കാണാനില്ല. ഇവിടെ വെച്ചിട്ടുള്ള റേഡിയോ കാണാതെ പോയപ്പോൾ എല്ലാവർക്കും വിഷമം, ഇതാരോ കട്ടുകൊണ്ടുപോയെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കണ്ടേ, അവിടെ ഒരുപാട് പേര് വരുന്നതല്ലേ. ഗുരു ശരിയാക്കും എല്ലാവരെയും എന്ന് പറഞ്ഞ്, അയ്യോ ഗുരുവിൻ്റെ റേഡിയോ കളവ് പോയി എന്നപ്പോൾ ഗുരു ഒരു കുഴപ്പമില്ലാതെ പറയണേ, അതെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആരോ കൊണ്ടുപോയതാണ്, അവർ കൊണ്ടുപോയി കേട്ടോട്ടെ, സാരമില്ല, നമുക്ക് വേറൊരെണ്ണം വാങ്ങാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ സംശയിച്ചില്ല, ഒന്നുമില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വന്നേക്കണം അവിടെ. അതാണ് അങ്ങനെ കളവൊക്കെ കാണിക്കണവരെയൊക്കെ ഗുരു ഒരു പ്രത്യേക രീതിയിൽ കണ്ടുപിടിക്കും. അത് ഗുരുവിന് മാത്രം, ആരും അറിയാതെ ഇന്ന സ്ഥലത്ത് കാണാതൊക്കെ പോയാൽ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ ആ കളവ് സാധനം അവിടെ വെച്ചിട്ടുണ്ടാവും. അതല്ലാതെ കുട്ടികളെയും അത് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറയും. അത് സത്യമാണ് കേട്ടോ. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പറയും, ഇവൻ കൊള്ളരുതാത്തവൻ, ഇവൻ മോശപ്പെട്ട കുട്ടി, അങ്ങനെ ഒരിക്കലും കുട്ടികളെ പറയരുതെന്ന് പറയും. അപ്പം ഞാനും പറയും, കുട്ടികളെ അവർക്കൊരു അഭിമാനമാണ്, എല്ലാ കുട്ടിക്കും വ്യക്തിത്വമല്ലേ, അതിനെ മുറിവേറ്റാൽ അവർ പ്രതികരിക്കും. ടീച്ചർ എഴുതിയ പുസ്തകങ്ങളിലെ അതിപ്പം യതിയുടെ പുസ്തകം പോലെ തന്നെ ഒരു പാഠപുസ്തകമാണ് അല്ലേ? കുട്ടികളെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ മാറ്റിയെടുക്കേണ്ടത്, ഇതൊക്കെ അതിൽ 1-2 അനുഭവങ്ങളോ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എഴുതി, അല്ലെങ്കിൽ അതിലെ പ്രധാന ഇൻസിഡൻസ് ഏതെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? അതിലൊരുപാട് കുട്ടികളുടെ കഥയാണ് എഴുതിയേക്കണം. അതിൽ ഒരു കഥ പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു ചിന്നമ്മു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് LP സ്കൂളുണ്ട്. അപ്പോൾ LP സ്കൂളിലെ കുട്ടികൾ ചെറുതുങ്ങളാണ്, കൊച്ചുകുട്ടികളാണല്ലോ. ഇവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ സെക്ഷനിൽ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും LP സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ വന്നിട്ട് ചിന്നമ്മുവിനെ വിളിക്കും. അങ്ങോട്ട് വരാൻ പറഞ്ഞു, ചിന്നമ്മുവിനെ അവിടെ അന്വേഷിക്കണം ടീച്ചർ എന്ന് പറയും. അപ്പോൾ ചിന്നമ്മു എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് LP സ്കൂളിലെ ടീച്ചർ വിളിക്കട്ടെ പോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ എപ്പോഴും ഈ കുട്ടി പോകുന്നു. ഞാൻ ഒരു ദിവസം ചോദിച്ചു, മോൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയ കുട്ടികൾ അപ്പിയിടും, കുഞ്ഞുങ്ങൾ. അപ്പോൾ കഴുകിക്കാൻ ടീച്ചർമാർക്ക് ഇഷ്ടമല്ല, അറപ്പാൻ. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടി പോയിട്ട് 2-3 കുട്ടികൾ എല്ലാ ദിവസവും കഴുകിച്ചു കൊടുക്കും. അപ്പോൾ ഉടുപ്പൊക്കെ ചീത്തയോ അപ്പിടുന്ന കുട്ടികളെ കഴുകണ ഉത്തരവാദിത്തം ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ്. അവൾ 1-2 ദിവസമല്ലേ എപ്പോഴും പോയി കഴുകിക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പോയി ചെയ്യണതൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാ ദിവസവും നീ ഇങ്ങനെ അവിടെ പോയി അതിനവിടെ ആളെ വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ കുട്ടികളെ ഇതാക്കാൻ വേണ്ടി ആയുണ്ട് അവിടെ, അവരെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. അവർ ഇവിടെ വിളിച്ചിട്ട് എന്നിട്ട് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യുമ്പോൾ അവരെനിക്ക് ചായയും തരും കടിയും തരും കുട്ടി പറയും. ഇന്നത്തെ കൊണ്ട് അത് അവസാനിപ്പിക്കും. ഇവിടെ പഠിക്കേണ്ട സമയത്ത് മോൾ അവിടെ കഴുകാൻ പോയാൽ ശരിയാവില്ല.
അപ്പോൾ അല്ലാത്തൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണ്ടെന്ന് പറയണമൊന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും ഇവളിങ്ങനെ അവൾക്ക് ഒത്തിരി വിഷമവും ഇല്ല. അപ്പം എന്താന്ന് പറയുമ്പോൾ ഇവള് വീട്ടിൽ അവളുടെ അമ്മ മരിച്ചുപോയി. അമ്മ രണ്ടാനമ്മയാണ്. ഇവിടെ വീട്ടിലും അതിന് സ്വസ്ഥതയില്ല. അപ്പോൾ അവൾ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് അവൾക്കതൊരു ശീലമായിപ്പോയി. എല്ലാ കുട്ടികളെയും പോയി കഴിയിച്ചു. അപ്പം ഞാൻ അന്ന് പറയുമേ ഇവള് വലുതാകുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകയും ഇപ്പം സാമൂഹ്യ പ്രവർത്തകയും അത് നോക്കി അന്നത്തെ അത് വർഷങ്ങൾക്ക് ശേഷം അവളങ്ങനെ ഇതായി വന്നു. നമ്മുടെ സന്തോഷില്ലേ, കാനഡയിലൊരു സന്തോഷ് സൂരജിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? സന്തോഷം ഈ പറഞ്ഞ പോലെ അത് കളവ് ചെയ്തെന്നും പറഞ്ഞ ഇടികൊണ്ടതാണ്. ആണോ? അത് ഇപ്പൊ വലിയ പൊസിഷനിലായി അല്ലേ കാനഡയില്? അവൻ കുട്ടിയായിരുന്നപ്പോഴേ ഒരു ടീച്ചറിന്റെ പൈസ കാണാണ്ട് പോയി. അപ്പോൾ ഇവനെ അങ്ങ് സംശയിച്ചിട്ട് ഇവനാ എടുത്തതെന്ന് പറഞ്ഞു. ഒരു കുട്ടിയുടെ അല്ല, ഒരു പയ്യൻ്റെ, വേറെ കൊച്ചിൻ്റെ. അപ്പോൾ അന്ന് പോയിട്ട് എല്ലാ ബാഗും പരിശോധിക്കണ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം ഇവനൊരു സ്വഭാവമുണ്ട്. വീട്ടിൽ നിന്ന് ഇവൻ്റെ അമ്മ, ഇവർക്ക് അന്ന് ചായക്കച്ചവടമുണ്ട്, പലഹാരങ്ങൾ. അപ്പോൾ ഇവൻ്റെ അടുത്ത് 100 രൂപ കൊടുത്തു വിടും അമ്മ. വൈകുന്നേരം പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാനാണ്. ഇവൻ ആ 100 രൂപ കൊണ്ടൊന്ന് എൻ്റെ കയ്യിൽ തരും സൂക്ഷിക്കാനായിട്ട്. ഞാൻ സൂക്ഷിക്കും, വൈകുന്നേരം വാങ്ങിച്ചു പോകും. അങ്ങനെയാ പതിവ്. അന്നൊരു ദിവസം ഞാൻ വന്നില്ല, ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇവൻ ഇതിനകത്ത് വെച്ച് കളിക്കാൻ പോയി വന്നപ്പോൾ ഈ കാണാനില്ല. അപ്പോൾ ഈ എല്ലാവരും കൂടി പറഞ്ഞു സന്തോഷിൻ്റെ പൈസ വേറെ കട്ടെടുത്താണ്, വേറൊരു കുട്ടിയുടെയും പൈസ കാണാതെ പോയി, ഇവൻ കട്ടെടുത്താണെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഇല്ല ഞാൻ കൊണ്ടുവന്ന് എപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് കൊടുക്കണതാണ്, ഞാൻ ആരുടെയും കട്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല. ഭയങ്കര പ്രശ്നമായി. അവസാനം അപ്പം ഇവൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടല്ലോ, വേറൊരു കുട്ടിയുടെയാണ് കാണാതെ പോയേക്കണം 100 രൂപ. പക്ഷേ അവൻ സാധനങ്ങൾ വാങ്ങാൻ കൊടുത്ത 100 രൂപ ഇവൻ്റെ പേഴ്സിൽ ബാഗിലുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ PTA സാറ് പിടിച്ചിട്ട് ഇവനെ അങ്ങ് അടിച്ച്, ഭയങ്കരമായിട്ട് അടിച്ചു. അപ്പോൾ ഇവൻ സമ്മതിച്ചെടുത്തുനിന്ന് പൈസ ഞാൻ എടുത്തെന്ന് സമ്മതിച്ച്, അടിയുടെ വേദന. പിറ്റേ ദിവസം കാലത്ത് ഞാൻ വരുമ്പോൾ ഇവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല ടീച്ചറെ, ഇന്ന് എന്നെ അസംബ്ലിയിൽ പൊതുമാപ്പ് പറയിപ്പിക്കും, അതാണ് ശിക്ഷ. പൊതുമാപ്പ് പറയണേ എൻ്റെ അച്ഛൻ കേട്ടാൽ ഞാൻ വെള്ളത്തിൽ ചാടി ആത്മഹത്യ. ഇവൻ എന്നോട് പറയണേ ഞാൻ ഹാർബർ വലത്തിൽ നിന്ന് ചാടും, എനിക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഹെഡ് മാസ്റ്ററോട് എന്നിട്ട് പറഞ്ഞു ഇവനെ മാപ്പ് പറയാൻ സമ്മതിക്കൂല ഞാൻ. അപ്പോൾ സാറിന് കലിയേറി. അതെന്താ ടീച്ചർ അങ്ങനെ പറയണമെന്ന്. അപ്പോൾ എൻ്റെ കുട്ടിയാണ്, അവനൊരിക്കലും ഇത് ചെയ്യൂല. അപ്പം എല്ലാവരും കൂടി എനിക്കെതിരായി. രാജൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടി കളവ് ചെയ്തപ്പോൾ ടീച്ചർ സപ്പോർട്ട് ചെയ്യണം, അത് പറ്റൂല, അവനെ പൊതുമാപ്പ് പറയണമെന്നായി. എല്ലാ ടീച്ചർമാരും ഒറ്റക്കെട്ടായി. ചില കാര്യത്തിനൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ പറയും ഇവന് ഇത്രയും ദിവസങ്ങളായിട്ട് എനിക്കറിയാം അവനത് ചെയ്യൂല ഒരിക്കലും. അത് ആ 100 രൂപ അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്താണ്, അത് അവൻ പറയണ സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാറ് പറഞ്ഞു എന്നാൽ ടീച്ചർ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു 2 ദിവസത്തെ അവധി ടീച്ചർക്ക് തരാം. ഞാൻ പറഞ്ഞു ഞാൻ യഥാർത്ഥ കുറ്റവാളിനെ കണ്ടുപിടിക്കാം. പക്ഷേ സാറ് ഇവനെ പരസ്യമായിട്ട് അന്ന് വലിയ അസംബ്ലിയാണ്. അപ്പോൾ സാറ് സമ്മതിച്ചു. അത് സാറിൻ്റെ വലിയ മനസ്സ്. ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ 50 പേരും CID-കളാകണം. എന്നിട്ട് ഈ യഥാർത്ഥത്തിൽ ഈ രൂപ കണ്ടുപിടിച്ച ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ ക്ലാസ്സിൻ്റെ അഭിമാന പ്രശ്നവുമാണ്. പിന്നെ സന്തോഷിനെ കള്ളനാക്കണത് നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞില്ല, അവൻ എടുക്കില്ലെന്നറിയാം. എന്നാൽ നിങ്ങളുടെ ജോലിക്ക് വിട്ടേക്കാണ്, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി അവരെല്ലാ ക്ലാസ്സിലും നടന്ന് കണ്ടുപിടിച്ച്. 9E കുട്ടികൾ സിനിമ കാണാൻ പോയതാണ് ഈ രൂപ മോഷ്ടിച്ചിട്ട്, 4 പേര് കൂടി. അപ്പോൾ കണ്ടുപിടിച്ച് സത്യം ബോധിപ്പിച്ച്. അപ്പോൾ അവർ വന്ന് പറഞ്ഞ് ഞങ്ങളാണ് എടുത്തത്, സിനിമ കാണാൻ പോയത്. അങ്ങനെ അവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അന്ന് തുടങ്ങിയുള്ള സ്നേഹം ഇപ്പോഴും അവൻ എന്നോടാ. ഞാൻ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുണ്ട്. കാനഡ ഇപ്പം വിളിക്കുകയൊക്കെ ചെയ്തു. അയ്യോ കല്യാണത്തിന് പോണില്ലെന്നേ. കല്യാണത്തിന് തലേ ദിവസം ഞാൻ അവന് സമ്മാനമൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിൽ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ വന്നേ, അവൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നേക്കണം, അവൻ കല്യാണത്തിന് പോണില്ല, ഞാൻ ചെന്നാലേ പോകുള്ളൂ. എന്നാലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെല്ലാണ്. ഒരു വിഡോ കല്യാണത്തിനൊക്കെ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ലേ ഒരു വിധവാരണം. പക്ഷെ അവൻ പറഞ്ഞു ടീച്ചർ ഇല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോവില്ല എന്ന്. എന്നിട്ട് ഞാനാ കുളിക്കുകയും കൂടി ചെയ്യാതെ ഒരു സാരി ഉടുത്ത് ചെന്ന് അവൻ്റെ കല്യാണത്തിന് അവിടെ പോയി അവൻ്റെ കൂടി പോകേണ്ടി വന്ന്. അവൻ വിട്ടില്ല എന്നെ. അതൊക്കെ എന്താ ഒരു സ്നേഹം. അങ്ങനെ ഇപ്പം നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടല്ലേ. കുട്ടികൾ വരുന്നതും പോകുന്നതും. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്? എങ്ങനെയാണ്
കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണോ അതോ അവരെ നമ്മൾ അതിപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടി വലിയ അച്ഛനും അമ്മയൊക്കെ നല്ല പൊസിഷനിലാണ്. 3 കുട്ടികളാണ് അവർക്ക്. അതിൽ 2 കുട്ടികൾ നന്നായി പഠിക്കും. ഏറ്റവും ഇളയ മോൻ പഠിക്കാൻ കുറച്ച് മോശം. അപ്പോൾ അവർ 3 സ്കൂളിൽ കൊണ്ട് അവനെ ആക്കി. ആ 3 സ്കൂളിലും ആ കുട്ടി സെൻട്രൽ സ്കൂള് ഒക്കെ ആക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുകയാണ്. അപ്പോൾ ഞാൻ റിട്ടയറായി ആ കൊല്ലം. ഞാനൊരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ഈ അമ്മ സരസ്വതി മെറ്റാവേഴ്സ് എന്നാണ് അവരുടെ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഈ അമ്മ ഈ ഇളയ മോനെയായിട്ട് എൻ്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഇവനെ ഒന്ന് രക്ഷിച്ചു തരണം, ഇവനൊന്നും പഠിക്കൂല, ഭയങ്കര തോറ്റ് കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടി കുറ്റവാളിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സങ്കടത്തിൽ. ഞാൻ ചോദിച്ചു, മോനെ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ക്ലാസ്സിലാണ്, 3ാമത്തെ സ്കൂളാണിത്, ഒന്നും പഠിക്കൂല എന്നും പറഞ്ഞ് ഇവർ അങ്ങ് നമ്മുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി അവനൊന്നും പറയണ്ട, അവനോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. അങ്ങനെ നോക്കുമ്പോൾ അവൻ എഴുതുമ്പോൾ കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, പറയണം മനസ്സിലാവും, പക്ഷെ എല്ലാം സ്ലോ ആണ്. അത് ചില കുട്ടികളാണ്. മറ്റേ കുട്ടികളെ ഒരു കമ്പാരിസൺ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 കുട്ടികളുണ്ടെങ്കിൽ 3 തരക്കാരായിരിക്കും. അത് വീട്ടുകാർ മനസ്സിലാക്കൂല. എന്നിട്ട് ഇവനെ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി ഒറ്റയടിക്ക് ഇവനെ SSLC പാസ്സാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിനോട് പറഞ്ഞു, ഇനി ഒന്ന് സഹായിക്കുമെന്ന്. ഇപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇത് 3 ഞങ്ങൾ പഠിപ്പിച്ച് ആദ്യം അത് പാസ്സാക്കി. പിന്നെ സബ്ജക്റ്റ് എഴുതി അവൻ 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായി. പിന്നെ അവനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അവൻ ഡിഗ്രി എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ടീച്ചർ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇനി നിൻ്റെ അച്ഛൻ്റെ ജോലി അങ്ങോട്ട്, അച്ഛൻ മോൾഡിങ്ങിൻ്റെ ഫാക്ടറി, അത് നീ ശ്രദ്ധിച്ചോ. ഒരാൾ അഡ്വക്കേറ്റ് ആണ്, ഒരാൾ ഡോക്ടർ എഞ്ചിനീയറാണ്. മോനിത് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം നീ നിൻ്റെ മനസ്സ് അതിലേക്ക് ഉറപ്പിക്കുക, എന്നിട്ട് അത് തന്നെ പഠിച്ചെടുക്കണം അച്ഛൻ്റെ കൂടെ. എനിക്ക് സാധിക്കുമെന്നാ ചോദിക്കണം. തീർച്ചയായിട്ടും സാധിക്കും, നിന്നെക്കൊണ്ട് സാധിക്കാം. ധീരജല്ലേ, ധീരത വേണ്ടേടാ എന്നൊക്കെ ചോദിച്ചു. നിനക്കിട്ടേക്കണ പേര് തന്നെ എന്ത് നല്ല പേരാണ്, ആ ധീരത കാണിക്കുക എപ്പോഴും എന്നെ വിളിക്കും. അങ്ങനെ അവനത് അവിടെ ചേർന്ന് പഠിക്കണം പറഞ്ഞ് ചിലപ്പോൾ ആശാനടിച്ചെന്നിരിക്കും. അതൊക്കെ ചെയ്യും, അതൊക്കെ സഹിക്കണം, എന്നിട്ട് പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇതൊരു ടെക്നിക്കാണല്ല, അത് നീ പഠിച്ചെടുക്കണം, അപ്പം നിനക്ക് അതിൽ ജയിക്കാൻ പറ്റും. അവനത് പഠിച്ചെടുത്ത്, അങ്ങനെ പഠിച്ചെടുത്ത് നല്ലോണം. അപ്പം ഇവർക്ക് സാലറി കൊടുക്കും. അങ്ങനെ അച്ഛൻ ഇവൻ ആദ്യമായിട്ട് 10,000 രൂപ കൊടുത്ത് ഭയങ്കര സന്തോഷമായി, കയ്യിൽ കിട്ടുകയല്ലേ. നമ്മൾ ഈ 10,000 രൂപ ചെലവഴിക്കാൻ പാടില്ല, ഇതിൽ നിന്നൊരു 2,000 രൂപ നീ മാറ്റി വെക്കണം. ഓരോ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് 5,000 രൂപ നീ മാറ്റി വയ്ക്കും. അതെങ്ങനെ പറ്റും, അത് മാറ്റി തന്നെ വെക്കണം. എന്നിട്ട് ബാക്കി നീ എന്തിനെങ്കിലുമൊക്കെ ചിലവാക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. പിന്നെ കുറേ നാളുകൊണ്ട് അവൻ കുറേ കൂടി പഠിച്ചെടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഇവനൊരു കമ്പനിയുടെ ചുമതല കൊടുത്ത് നോക്കാം, വേറെ 2 പേരും കൂടിയുണ്ട്, അതിൻ്റെ താഴെ ഇവനും കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനിയിൽ ജോലിയുടെ അപ്പോൾ അവന് 27 വയസ്സായി. അപ്പോൾ ഇവന് കല്യാണമല്ല, മറ്റൊരു 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്തവരുടെ ഒരാൾ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു, മറ്റൊരു ഒരു അഡ്വക്കേറ്റിന്. ഇവൻ്റെ കല്യാണം ഇട്ടാ. അപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. എന്നെ വിളിച്ചു. അപ്പം ഞാൻ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ തിരക്കാരന് പോയില്ല. പെണ്ണ് കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ബ്രദറിന് ബ്ലഡ് ക്യാൻസറാണ്. അപ്പം അവരെല്ലാം ഇവരോട് പറഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ. കൊല്ലത്താണ്. അപ്പം ഇവൻ അവിടെ നിന്ന് എന്നെ വിളിക്കുകയാണ്. നമുക്ക് ഇതറിയില്ല, പോയിട്ടുണ്ടെന്നല്ലാതെ ആരൊക്കെ പോയേക്കുന്നത് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്തായാലും ആ അച്ഛനും അമ്മയും നല്ലവരാണ്, ഉള്ള സത്യം തുറന്നു പറഞ്ഞില്ലേ നീ. അത് ഈ കുട്ടി BDS പഠിക്കുകയാണ്, 4th ഇയർ. നീ അതിനൊരു ജീവിതം കൊടുക്ക്. മറ്റേത് ബ്ലഡ് ക്യാൻസർ എന്നുള്ള തുറന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ അത് പേടിക്കണ്ട, അതൊന്നും പകരില്ല. അതുകൊണ്ട് ആ കൊച്ചിക്കൊരു ജീവിതം കൊടുക്കുമ്പോൾ നല്ലതേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇവനും അവിടെ തിരിച്ചു പോയിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം ഇഷ്ടമാണെന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. അവർക്ക് ഇഷ്ടമല്ല, അച്ഛനും അമ്മക്കും മറ്റുള്ളവർക്കൊന്നും താല്പര്യമില്ല. ഇവൻ എൻ്റെ വാക്ക് കേട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, കല്യാണം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഈ പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവനിട്ട് കുറേ ചീത്ത കിട്ടല്ലായിരുന്നു. എന്നോട് ആര് പറഞ്ഞു അങ്ങനെ പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ടാ ഇവന് പറഞ്ഞേക്കണതേ. ഭയങ്കര കഷ്ടം. അപ്പോൾ അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്നെ പൊരിക്കണം എല്ലാവരും കൂടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ആണുങ്ങളായ വാക്ക് പാലിക്കണം, വാക്കിനൊരു വ്യവസ്ഥയില്ലേ. അപ്പോൾ ഇവനിങ്ങനെ, അച്ഛൻ ഞാൻ എന്ത് ചെയ്യണു? അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞില്ലേ,
നമ്മളൊരു കുടുംബക്കാരാണ്, ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, എനിക്ക് ഒരു വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പോകണ, എനിക്ക് 2:30 3 മണിക്ക് ഫ്ലൈറ്റ്, നേരത്തെ പോണം. ഞാൻ നോക്കുമ്പോൾ രാജേ ഈ ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണേ. അവരെ വീട്ടിൽ പോവാതെ ഈശ്വര എല്ലാവരും കൂടി ഒരു 5-8 കാറ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അവിടെ. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇതെന്താ ഇവരെ മണവാളിനും മണവാട്ടിയും കൂടി ഇങ്ങോട്ട് വരണം, ഞാൻ പ്രാന്താ ഇവർക്കെന്ന് ചോദിച്ചു. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല, ചെല്ല്, സ്വന്തം വീട്ടിലാണ് കയറേണ്ടത്. ഒരുപാട് നിർബന്ധിച്ച്. പിന്നെ അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി. ഞാൻ അവിടെ വെച്ച് തന്നെ അനുഗ്രഹിച്ചിട്ടൊക്കെ കാറി കയറ്റി ഇരുത്തി വിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറി സന്തോഷമായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് പ്രഗ്നൻ്റായി പെങ്കൊച്ച്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കണം ടീച്ചറിന്. ഞാൻ സന്തോഷത്തോടെ വിളിച്ച് 3 ദിവസം 3 പ്രാവശ്യത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത്. അത് കഴിഞ്ഞ് ഇത് പ്രസവ സമയത്ത് ഇവിടെ പോയി പ്രസവം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ് എനിക്ക്, ടീച്ചറെ അവൾ പ്രസവിച്ച്, കൊച്ചിന് എന്ത് പേരിടണമെന്ന്. അപ്പം അച്ഛനമ്മ എല്ലാവരും ഉണ്ട് കൊല്ലത്ത്. ഞാൻ പറയടാ, നിൻ്റെ കൊച്ചിന് ഞാനാ പേരിടണം, അവരോട് ചോദിക്ക്, അവർ പറയണ പേരിടുന്നു. പല ടീച്ചർ പറയും. എനിക്ക് പെട്ടെന്ന് എന്ത് പേരിടണമെന്ന് അറിയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിധി എന്നൊരു പേരുണ്ട്, ശ്രീലക്ഷ്മി എന്നും എൻ്റെ മനസ്സിൽ വരണം, നിനക്ക് ഇഷ്ടമുള്ള 2 പേരിങ്ങനെ പറഞ്ഞു, നിധി ശ്രീലക്ഷ്മി. അവൻ വേഗം കൊച്ചിന് നിധി എന്ന് പേരിട്ട്. ആരും എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ തിരിച്ചു വന്നു. ആ കൊച്ചിനത് തന്നെ ഇട്ട്. പിന്നെ എഴുത്തിനിരുത്തണ ഇതായി. അതാണ് അത്ഭുതം കേട്ടോ. അപ്പം അമ്മ നേരത്തെ നേർച്ച നേർന്നു, പിന്നെ മൂകാംബികയിൽ പോയിട്ട് കൊച്ചിനെ എഴുത്തിനിരുത്തണമെന്ന്. അപ്പം നല്ല കാര്യമല്ലേ അത് ചെയ്യണോ. അപ്പം ഇവൻ എന്നെക്കൊണ്ട് എഴുത്തിനിരുത്തണം. ഇവൻ അമ്മ അറിയാതെ വീട്ടിൽ വന്നേക്കാണ് എഴുത്തിനിരുത്തിക്കാൻ. ടീച്ചറെ ഞാൻ പറഞ്ഞു, അതിന് പൂജ വെപ്പ് ആവണല്ലേ ഉള്ളൂ, അമ്മ മൂകാംബികയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്ക് ടീച്ചറെ കൊണ്ട് എഴുത്തിനിരുത്തിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്ക്, എന്നെക്കൊണ്ട് എഴുത്തിനിരിക്കണം, തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. മോനെ അമ്മയോട് തന്നെ പറഞ്ഞു അവരുടെ കൂടെ പോകണം. ഇതൊക്കെ ഞാൻ പേര് വരെ ഇട്ടില്ല ഇനി അതുകൊണ്ട്. അപ്പോൾ ഇവന് സങ്കടമായിട്ട് പിന്നെ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്തില്ല. അവൻ പോയപ്പോൾ വേറെ ഒരു ക്രിസ്ത്യൻ കുട്ടി മുസ്ലിം കുട്ടിയൊക്കെ വരും വീട്ടിൽ എഴുത്തിനിരുത്താൻ. അവർ ഒക്കെ എഴുത്തിനിരുത്താനുള്ള എല്ലാം ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചപ്പോഴുണ്ട് ഇവൻ്റെ ഫോൺ, ടീച്ചറെ ഞങ്ങളിതേ പോയില്ല, അമ്മക്ക് ചിക്കൻ ബോക്സ് അപ്പോൾ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ടീച്ചർ തന്നെ എഴുത്തിനിരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. കുട്ടിയായിട്ട് വന്നിരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ തന്നെ എഴുത്തിനിരുത്തി കൊടുത്ത്. അതൊക്കെ ഒരു നിമിത്തമല്ലേ. അങ്ങനെ ഒരുപാട് അല്ലേ, ഒരുപാട് കുട്ടികൾ ടീച്ചറിൻ്റെ കൈ കൊണ്ട് വലിയ നിലയെത്തി. പിന്നെ ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഒരുപാടുള്ളപ്പോഴൊക്കെ നമ്മളോട് വന്ന് പറയും, നമ്മളാ കഴിയുന്ന പറയുമ്പോൾ അങ്ങനെയൊക്കെ അവർക്ക്. ഇത് ഈ ധൈര്യം മുഴുവൻ കിട്ടിയത് ശരിക്കും പറഞ്ഞ ഒരാൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വൈധവ്യം വരികയും പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഒരു കണ്ടീഷൻ മനസ്സിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ടീച്ചറിന് ആ ധൈര്യം മുഴുവൻ കിട്ടിയത് യതിയിൽ നിന്ന് തന്നെയാണല്ലോ. അതെ. അനുഭവങ്ങൾ പിന്നെ എല്ലാം എഴുതുമ്പോൾ അതിനുള്ള മറുപടി അപ്പം തന്നെ കിട്ടും. നമ്മളെല്ലാം സത്യസന്ധമായിട്ട് എല്ലാം ഗുരുവിന് തുറന്നെഴുതുമ്പോൾ അതിനുള്ള മറുപടി ഗുരു. അതാ എൻ്റെ ഒരു 2ാം ജന്മമാണ് ഗുരു എനിക്ക് നൽകിയത്. ഞാൻ ഇന്നും വിശ്വസിക്കണം അങ്ങനെ തന്നെ. ഗുരു ഇല്ലെങ്കിൽ ഞാനില്ല. ഇനിയും ടീച്ചറിന് ജീവിതത്തിൽ വലിയ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശം, അല്ലെങ്കിൽ പുതിയ തലമുറയിൽ പുതിയ ഒരുപാട് സ്കൂളുകൾ തുടങ്ങുന്നു ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും നമുക്ക് എങ്ങനെ കുട്ടികളെ അവർക്ക് ഇപ്പോഴത്തെ ഒരുപാട് വഴിതെറ്റാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്, എങ്ങനെ നമുക്ക് നേരെ. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയില്ലേ. മറ്റത് അങ്ങനെയല്ല, നമുക്ക് ഗുണപാഠങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ അതിൻ്റെതായ വലിയ കാര്യങ്ങളുണ്ട്. ഓരോ ഗുണപാഠങ്ങളുള്ള പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവസാനം പറഞ്ഞു കൊടുക്കണം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും കഥകളിലൂടെ. ഞങ്ങളൊക്കെ കാലിൻ്റെ ചോട്ടിലും മരത്തിൻ്റെ ചോട്ടിലും ഒക്കെ ഇരുന്ന കഥ പറയുന്നത്. ഇപ്പോൾ സാജൻ പള്ളുരുത്തി അങ്ങനത്തെ കുറേ പേരെ ഞങ്ങൾ പുറത്തു പോയിട്ട് നീ ഭീമനാകടാ, നീ ദുര്യോധനാകടാ എന്നൊക്കെ പറഞ്ഞ് എന്താ അഭിനയം അവർ അഭിനയിച്ച് കൂട്ടുന്നതേ. അങ്ങനെ കുട്ടികളെ കുറേ കൂടി വ്യത്യസ്തമായി നമ്മൾ കൈകാര്യം ചെയ്യും. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി, 2000 ഈ പുതിയ ഭാഷ മാറ്റം വന്ന്. അപ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടി സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ വലിയ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ വലിയൊരു മീറ്റിങ്ങാണ്.
അപ്പം എല്ലാവരും അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. ഡിഒ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യം അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കാൻ പാടില്ല, വാക്യം വാചകം അങ്ങനെ വേണം, പുതിയ രീതി എന്നാൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളെ നിർബന്ധമായിട്ട് എല്ലാവരും ഇരുത്തി എല്ലാവരുടെ മുമ്പിലും മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ആരും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞു ടീച്ചർ പറയണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത്, ഞാനൊരു മലയാള അധ്യാപികയാണ്. മലയാളം തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് മലയാളം ഒന്നും അറിയാതെ വന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച അതിനൊരു ഗംഗാരാം മാസ്റ്ററാണ് എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. അക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം അക്ഷരങ്ങൾ തറമായി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉച്ചരിക്കാനും എഴുതാനും പറ്റും. അങ്ങനെ പറ്റിയാൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വന്നാലും ബേസിക് ആയിട്ടുള്ളത് പഠിപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പരിഷ്കാരങ്ങൾ നടത്തിക്കോ, പക്ഷേ ഇതിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ DD, പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങേരെ എന്നെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയണേ, നിങ്ങൾ എത്ര നാളുണ്ട് റിട്ടയർ ആവാൻ, എന്ന് റിട്ടയർ പറഞ്ഞു 2003 റിട്ടയർ. നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണ്ട, നിങ്ങളുടെ അഭിപ്രായം ആർക്ക് കേൾക്കണം, പുതിയ അല്ലാത്തവർ പറഞ്ഞാൽ മതി, നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടാണ് ഈ പറയണമെന്ന് ഓർക്കണം. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാണ്ടായിപ്പോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഒരു നിമിഷം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെങ്ങനെ ഇൻസൾട്ട് ചെയ്യണം. നിങ്ങളൊക്കെ എല്ലാത്തിനും എതിരിടാൻ വേണ്ടി ഇരിക്കുന്നവരാണ്, നിങ്ങളെപ്പോലുള്ളവരാണ് ഒരു പുരോഗമനം വരുത്താൻ സമ്മതിക്കാത്തതെന്നാണ് ഇങ്ങേര് പറയണത്. അപ്പം എല്ലാവരും ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുകയാണേ, ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പം എനിക്കൊന്നും കൂടി സങ്കടം വന്നു. അപ്പം ഞാൻ കരഞ്ഞു പോയി. ഇരിക്കുക അവിടെ, നിങ്ങളുടെ ഇനി ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഒരു ടീച്ചർ എഴുന്നേറ്റ് കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു, പാവം, എന്നെ അറിയാവുന്ന ടീച്ചറായിരുന്നു. എനിക്കും ടീച്ചർ പറഞ്ഞതിനോട് എന്ന് പറഞ്ഞപ്പോൾ ഈ DD പറയണേ, നിങ്ങൾ കോളർ കാണിക്കാനാണ് എഴുന്നേറ്റ് നിൽക്കണത് എന്നാലോചിച്ച് നോക്ക്. അവർക്കും വിഷമായി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അക്ഷരമാല തുടങ്ങി പഠിപ്പിക്കണമെന്ന് വന്നല്ല ഇപ്പം. അപ്പോൾ ആ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ പത്രത്തിൽ എഴുതണം. അന്ന് എന്തോരം എന്നെ വേദനിപ്പിച്ചു. ഇപ്പം അതേ തിരിച്ചു വരുന്നില്ല. ഞാൻ പറഞ്ഞു 20 വർഷം കൊണ്ട് നമ്മൾ നശിപ്പിച്ച കുട്ടികളുടെ ഭാവി എങ്ങനെയാവും? അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അക്ഷരം പോലും അറിഞ്ഞുകൂടാ, ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ അറിയാൻ പാടില്ല, ഒരു ആശയം എഴുതി വെക്കാൻ അറിയാൻ പാടില്ല, വായിക്കാൻ താല്പര്യമില്ല, എന്താ അക്ഷരം അറിഞ്ഞൂടാ. മനസ്സിലായി? അക്ഷരം അറിഞ്ഞാലല്ലേ നമുക്ക്. സത്യമാണ്. അപ്പം ടീച്ചർ പറഞ്ഞതാണ് ഏറ്റവും സത്യം. കാരണം ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന അക്ഷരം തന്നെയാണ്. അക്ഷരം അല്ല, അവനവൻ്റെ ഭാഷ ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെ. ആസ്വാദനം അറിഞ്ഞൂടാ, പിന്നെ അവരെങ്ങനെ വായിക്കും? ഇംഗ്ലീഷിലെല്ലാം. സംസ്കാരം എന്ന് പറയുന്നത് ഭാഷയിലാണ്. ഭാഷ ഇല്ലെങ്കിൽ സംസ്കാരമില്ല. അതെ. കുറേ അധികം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഭാഷയിലൂടെയാണ് എല്ലാം കിട്ടുന്നത്. എങ്ങനെ ജീവിക്കണം, എളിമയായൊരു ജീവിതം, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, നല്ല മനുഷ്യ സ്നേഹിയാവണമെങ്കിൽ നല്ല ഭാഷ പഠിക്കുക വേണം. അല്ല, എല്ലാത്തിലും നമ്മൾ അതല്ലേ പഠിപ്പിക്കണത്, മനുഷ്യ സ്നേഹത്തിനുള്ള പ്രാധാന്യം. ഇപ്പം എന്താ, പണം ഉണ്ടാക്കണം, ഞാൻ നീ, അത്രേ ഉള്ളൂ. ടീച്ചർ ഇനിയും പുസ്തകങ്ങൾ എഴുതണം. അതുപോലെ ഒരുപാട് ടീച്ചറിൻ്റെ ഉപദേശങ്ങളും അനുഗ്രഹവും പുതിയ തലമുറയ്ക്ക് വേണം. ഈ ഒരു മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ജയരാജനെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയത് സൂരജ് അല്ലേ? അതെ. ഞങ്ങളിങ്ങനെ പ്ലെയിനിലിരുന്ന ഇത് കണ്ടിട്ടാണ്, മാഗസിൻ കണ്ടിട്ടാണ്. ജേണി ഓഫ് ജയരാജ് അങ്ങനൊരു എൻ്റെ യാത്രയാണ്. എൻ്റെ ജീവിതത്തിലെ യാത്രകളിൽ ഞാൻ കണ്ടുമുട്ടിയ അത്ഭുതങ്ങളാണ് ടീച്ചറും സുരാജൊക്കെ. അപ്പം ഇത് ലോകം അറിയണം. നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ മാത്രമല്ല, അല്ലാത്ത വലിയ സെലിബ്രിറ്റീസാണ് നിങ്ങൾ. എത്രയോ കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. ടീച്ചറിനെ എഴുതണം തീർച്ചയായിട്ടും. ഈ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ കുറേ പേരുടെയെങ്കിലും കണ്ണു തുറക്കും. കുറേ മാതാപിതാക്കൾക്കെങ്കിലും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ സന്തോഷം. ഇനി കാണാം. സന്തോഷം. ശരി, താങ്ക് യു.